ഒരു കള്ളം 100 വട്ടം ആവർത്തിക്കപ്പെടുമ്പോൾ അത് സത്യമല്ലെങ്കിൽ പോലും ഭൂരിപക്ഷവും അത് വിശ്വസിച്ചു തുടങ്ങും. അറിവില്ലായ്മയുടെ വിടവുകളിലേക്ക് വിദ്വേഷത്തിന്റെയും നന്മയുടെയും വിത്തുകൾ മാറി മാറി പാകി ജനമനസ്സുകളെ സ്വാധീനിക്കുന്ന മനഃശാസ്ത്രത്തിന്റെ പേരാണ് പ്രോപ്പഗാൻഡ. സ്വന്തം നാട്ടിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി വിദ്വേഷം പടർത്താൻ ചില കേന്ദ്രങ്ങൾ പടച്ചുവിടുന്ന നിർമ്മിത ജിഹാദ് കഥകൾ മുതൽ ആഗോള അധിനിവേശങ്ങൾക്കായി ലോകശക്തികൾ നിർമ്മിച്ചെടുത്ത അന്താരാഷ്ട്ര നുണകൾ വരെ ഇതിനുദാഹരണങ്ങളാണ്. കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഇത്തരം അജണ്ടകളുടെ ഇരകളായി മാറാറുണ്ട്. എന്നാൽ ഈ പ്രോപ്പഗാൻഡകൾ ഇന്ന് രാഷ്ട്രീയവും ഭരണകൂടങ്ങളും കടന്ന് കളിമുറ്റങ്ങളിലെ കോർപ്പറേറ്റ് ബിസിനസ്സിലേക്കും പടർന്നിരിക്കുകയാണ്. ഫലസ്തീൻ എന്ന ലോകത്തിന്റെ നെഞ്ചിലെ നീറുന്ന മുറിവിനെപ്പോലും സൈബർ ലോകത്തെ വെറും ഫാൻ ഫൈറ്റുകൾക്കായി മാത്രമല്ല, വലിയ PR ഏജൻസികൾ തങ്ങളുടെ കളിക്കാരുടെ സ്വാധീനശക്തി നിലനിർത്താനും അതിലൂടെ ബ്രാൻഡ് മൂല്യം വർദ്ധിപ്പിക്കാനുമുള്ള ആയുധമാക്കുന്നു. ഇന്നത്തെ ഫുട്ബോൾ താരങ്ങൾക്ക് കളിയിലൂടെയുള്ളതിനേക്കാൾ വലിയ വരുമാനമാർഗം കോർപ്പറേറ്റ് ബ്രാൻഡുകളുടെ പരസ്യങ്ങളാണ്. ഈ സ്വാധീനം നിലനിർത്താൻ നിർമ്മിക്കപ്പെടുന്ന അജണ്ടകളിൽപ്പെട്ടതാണ് ഫുട്ബോൾ ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ലയണൽ മെസ്സിയുടെയും പേരിലുള്ള കഥകൾ. ഒരാളെ ഫലസ്തീന്റെ രക്ഷകനായും മറ്റൊരാളെ ശത്രുവായും ചിത്രീകരിക്കുന്ന ഈ സൈബർ പ്രോപ്പഗൻഡയ്ക്ക് പിന്നിലെ യഥാർത്ഥ കോർപ്പറേറ്റ് രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്താണ്? വികാരങ്ങൾക്കപ്പുറം അന്താരാഷ്ട്ര ഫാക്ട് ചെക്കിംഗ് ഏജൻസികളുടെ കൃത്യമായ തെളിവുകളോടെ വസ്തുതകൾ മാത്രം തിരയുന്നൊരു അന്വേഷണം ഇവിടെ ആരംഭിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയും ഫലസ്തീനും. പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളും യാഥാർത്ഥ്യവും. ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോളർമാരിലൊരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടും ഊർജ്ജസ്വലമായ നിലപാടുകൾ കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു പ്രതിഭയാണ് അദ്ദേഹം. ഈ കാര്യം എല്ലാവർക്കും ഒരുപോലെ അറിയുന്നതാണ്. എന്നാൽ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കാണുന്ന നിലക്കുള്ള പലസ്തീൻ വിമോചകനാണോ അദ്ദേഹം? യാഥാർത്ഥ്യമെന്ത്? ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ കരിയറിൽ ഇതുവരെയും ഫലസ്തീനെ അനുകൂലിച്ച് ഒരു ഔദ്യോഗിക നിലപാടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് സത്യം. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിക്കുന്ന എല്ലാ ഫോട്ടോകളും ന്യൂസുകളും വ്യാജമായി ഉണ്ടാക്കിയതും ചിലതൊക്കെ മുസ്ലിങ്ങളുടെ ഈ വിഷയത്തിലെ വൈകാരികതയെ കബളിപ്പിക്കാനുള്ള സർക്കാസ്റ്റിക് പോസ്റ്റുകളുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട 8 പ്രധാന വ്യാജ വാർത്തകളും അവയുടെ യാഥാർത്ഥ്യങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ. ഒന്നാമതായി, നെതന്യാഹുവിന് കൈ കൊടുത്തില്ല എന്ന പ്രചാരണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് റൊണാൾഡോ കൈകൊടുക്കാൻ വിസമ്മതിച്ചു എന്ന പേരിൽ ഒരു വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. AFP ഫാക്ട് ചെക്ക് ഇത് വ്യാജമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് അന്നത്തെ യുവേഫ പ്രസിഡന്റ് മിഷേൽ പ്ലാറ്റിനിക്ക് കൈകൊടുക്കാതെ പോയ വീഡിയോ ആണ്. അതിനു പിന്നിൽ ഫലസ്തീൻ വിഷയമല്ല, മറിച്ച് ബാലോൺ ഡിയോർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു. ആ വർഷത്തെ ബാലോൺ ഡിയോർ പുരസ്കാരം റൊണാൾഡോയ്ക്ക് നൽകുന്നതിനു പകരം 2014 ലോകകപ്പ് നേടിയ ജർമ്മൻ ടീമിലെ ഏതെങ്കിലും ഒരു കളിക്കാരന് നൽകണമെന്ന് പ്ലാറ്റിനി പരസ്യമായി പ്രസ്താവിച്ചിരുന്നു. ആ പ്രതിഷേധമാണ് റൊണാൾഡോ അവിടെ കാണിച്ചത്. 2. ഗോൾഡൻ ബൂട്ട് ലേലം ചെയ്ത് ഫലസ്തീന് നൽകി. റൊണാൾഡോ തന്റെ ഗോൾഡൻ ബൂട്ട് ലേലം ചെയ്ത് ഫലസ്തീനിലെ കുട്ടികൾക്ക് കോടികൾ നൽകിയെന്ന വാർത്ത പൂർണ്ണമായും വ്യാജമാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക മാനേജ്മെന്റ് കമ്പനിയായ ജസ്റ്റിഫ്യൂട്ട് തന്നെ ഇത് നിഷേധിച്ചിട്ടുള്ളതാണ്. 3. സിറിയൻ കുട്ടികളുടെ വീഡിയോ. സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ കഷ്ടപ്പെടുന്ന കുട്ടികളെ സഹായിക്കാൻ റൊണാൾഡോ ചെയ്ത ഔദ്യോഗിക വീഡിയോയെ ഫലസ്തീൻ കുട്ടികൾക്ക് വേണ്ടിയുള്ളത് എന്ന രീതിയിൽ തെറ്റായി പ്രചരിപ്പിച്ചു. റൂട്ടേഴ്സ് ഫാക്ട് ചെക്ക് വഴി ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. Hello, this is for children of Gaza. We know that you have. Hello, this is for children of Syria. We know that you have been. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യുദ്ധം നടത്തുന്നത് അമേരിക്കയോ ഇസ്രായേലോ അല്ലെങ്കിൽ വായ തുറക്കാൻ സെലിബ്രിറ്റികൾക്ക് മടിയില്ല എന്നതാണ്. അന്നവിടെ പ്രധാനമായും സുന്നി ഷിയ ചേരികളായിട്ടായിരുന്നു പോരാട്ടം നടന്നിരുന്നത്. 4. ഫലസ്തീൻ പതാകയേന്തി നിൽക്കുന്ന ചിത്രം. റൊണാൾഡോ ഫലസ്തീൻ പതാകയോ അല്ലെങ്കിൽ വിത്ത് പാലസ്റ്റൈൻ എന്നെഴുതിയ ബോർഡോ ഏന്തി നിൽക്കുന്നതോ ആയ ചിത്രങ്ങളൊക്കെയും ഫോട്ടോഷോപ്പ് ചെയ്തതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്പെയിനിലെ ലോർക്കയിലുണ്ടായ ഭൂകമ്പ ഇരകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അദ്ദേഹം പിടിച്ച ബോർഡാണ് എഡിറ്റ് ചെയ്തത് വിത്ത് പാലസ്റ്റൈൻ എന്നാക്കിയത്. ഇതൊക്കെയും ബൂം, ലൈവ് ഫാക്ട് ചെക്കർമാർ കണ്ടെത്തിയിട്ടുണ്ട്. 5. റമദാനിൽ ഫലസ്തീന് 1.5 മില്യൺ യൂറോ നൽകി. റമദാൻ മാസത്തിൽ ഗസയിലെ ജനങ്ങൾക്ക് റൊണാൾഡോ 1.5 മില്യൺ യൂറോ, ഏകദേശം 12 കോടിയിലധികം രൂപ നൽകിയെന്ന വാർത്ത ലോകമെമ്പാടും പ്രചരിച്ചു. എന്നാൽ ലീഡ് സ്റ്റോറീസ്, റോയിറ്റേഴ്സ് എന്നിവരുടെ ഫാക്ട് ചെക്കിലൂടെ ഇത് പൂർണ്ണമായും വ്യാജമാണെന്ന് അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ വ്യക്തമാക്കി. 6. ഇസ്രായേൽ കളിക്കാരന് ജേഴ്സി നൽകാൻ വിസമ്മതിച്ചു. ഇസ്രായേലുമായി നടന്ന മത്സരത്തിന് ശേഷം റൊണാൾഡോ ഇസ്രായേൽ കളിക്കാരന് ജേഴ്സി മാറാൻ വിസമ്മതിച്ചു എന്ന പേരിൽ ഒരു വീഡിയോ പ്രചരിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം മറ്റൊരു കളിക്കാരനുമായി ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ജേഴ്സി മാറിയിരുന്നു. അദ്ദേഹം നേരത്തെ തന്നെ റൊണാൾഡോയോട് ജേഴ്സി കൈമാറ്റം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് കളി കഴിഞ്ഞയുടൻ ചോദിച്ച താരത്തിന് ജേഴ്സി നൽകാതിരുന്നത്. ഇതിനെ പിന്നീട് തെറ്റായി ചിത്രീകരിക്കുകയായിരുന്നു.
7. മാധ്യമങ്ങൾക്ക് മുന്നിലെ ഫലസ്തീൻ അനുകൂല പ്രഖ്യാപനം. ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിനു മുന്നിലും അദ്ദേഹം ഫലസ്തീനെ പരസ്യമായി പിന്തുണച്ച് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ വരുന്ന ക്വോട്ടസ് എല്ലാം സോഷ്യൽ മീഡിയ പേജുകൾ വ്യാജമായി നിർമ്മിച്ചെടുത്തതാണ്. ഇതൊക്കെ തന്നെയും AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. 8. മൈക്ക് തടാകത്തിലേക്ക് എറിഞ്ഞ സംഭവം. പാലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഇസ്രായേൽ റിപ്പോർട്ടറുടെ മൈക്ക് വാങ്ങി തടാകത്തിലേക്ക് എറിഞ്ഞു എന്ന രീതിയിലാണ് ഈ വീഡിയോ പ്രചരിച്ചത്. എന്നാൽ യഥാർത്ഥ വസ്തുത യൂറോ 2016 ടൂർണമെന്റിനിടെയാണ് ഈ സംഭവം നടന്നത്. റൊണാൾഡോയുമായി നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്ന CMTV എന്ന പോർച്ചുഗീസ് ചാനലിലെ റിപ്പോർട്ടറുടെ ചോദ്യങ്ങളോടുള്ള ദേഷ്യത്തിലാണ് അദ്ദേഹം മൈക്ക് തടാകത്തിലേക്ക് എറിഞ്ഞത്. ഇതിന് ഇസ്രായേൽ പാലസ്തീൻ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല. എന്താണ് റൊണാൾഡോയുടെ യഥാർത്ഥ രാഷ്ട്രീയ നിലപാട്? യാഥാർത്ഥ്യത്തിൽ റൊണാൾഡോയ്ക്ക് ഇസ്രായേലിനോട് യാതൊരു രാഷ്ട്രീയ വിരോധവുമില്ല. ഇസ്രായേൽ വിദേശകാര്യമന്ത്രിക്ക് റൊണാൾഡോ തന്റെ ഒപ്പിട്ട ജേഴ്സി കൈമാറുന്ന ചിത്രങ്ങളും വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ലഭ്യമാണ്. മാത്രവുമല്ല, ഇസ്രായേലിന്റെ പ്രമുഖ ടെലികോം കമ്പനിയായ ഹോട്ടിന്റെ ഒഫീഷ്യൽ ബ്രാൻഡ് പരസ്യങ്ങളിൽ റൊണാൾഡോ അഭിനയിച്ചിട്ടുണ്ട്. Musakkan ako $1. Ah, guys. Ronaldo? Why you are so surprised? We're not surprised. We're good. Get ready, Neshamat. This season's gonna be hot. Donate now. Be the one. ഈ അടുത്ത് നടന്ന ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈയിടെ നടന്ന G7 ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് റൊണാൾഡോ താൻ ഒപ്പിട്ട ജേഴ്സി സമ്മാനമായി നൽകിയിരുന്നു. അതിൽ പീസ് മേക്കർ, സമാധാനമുണ്ടാക്കുന്നയാൾ എന്ന നിലയിലാണ് പ്രസിഡന്റ് ട്രംപ് പ്ലേയിങ് ഫോർ പീസ് എന്ന് ജേഴ്സിയിൽ എഴുതിയിരുന്നത്. പിയേഴ്സ് മോർഗനുമായുള്ള അഭിമുഖത്തിൽ ലോകത്ത് സമാധാനവും മാറ്റവും കൊണ്ടുവരാൻ ട്രംപിനെ പോലെയുള്ള വലിയ വ്യക്തിത്വങ്ങൾക്കേ സാധിക്കൂ എന്നും റൊണാൾഡോ വ്യക്തമാക്കുകയുണ്ടായി. President Trump, a friend of mine, was given a CR7 shirt, and you wrote on it to President Donald J. Trump, playing for peace. What did you mean by that? He's one of the guys that can change or help to change the world. ഇനി നമുക്ക് മെസ്സിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളും അതിന്റെ സത്യാവസ്ഥയും പരിശോധിക്കാം. ലയണൽ മെസ്സി, ഫുട്ബോൾ ലോകം ഒന്നടങ്കം അംഗീകരിച്ച് സമാനതകളില്ലാത്ത പ്രതിഭ. മൈതാനത്ത് മാന്ത്രികത തീർക്കുന്ന അമാനുഷികൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടും സൗമ്യമായ പെരുമാറ്റം കൊണ്ടും ലോകമെമ്പിടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രിയങ്കരൻ. എന്നാൽ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിൽ മെസ്സിയുടെ നിലപാടെന്താണ്? സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകളുടെ സത്യാവസ്ഥ നമുക്ക് വിശദമായി പരിശോധിക്കാം. റൊണാൾഡോ പലസ്തീൻ അനുകൂലിയാണെന്ന് വരുത്തി തീർക്കുന്ന മീഡിയ പേജുകൾ സ്വാഭാവികമായും മെസ്സിയെ ഇസ്രായേൽ അനുകൂലിയാക്കി ചിത്രീകരിക്കാൻ പല പ്രചാരണങ്ങളും ഉണ്ടാക്കി. അവയിൽ പ്രധാനമായ ചിലത് നമുക്ക് പരിശോധിക്കാം. ബാഴ്സലോണയുടെ പീസ് സ്റ്റോർ, ഇതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം. ഇസ്രായേൽ ഫലസ്തീൻ മേഖലയിൽ സമാധാനം ലക്ഷ്യമാക്കി ബാഴ്സലോണ ക്ലബ്ബ് നടത്തിയ പീസ് സ്റ്റോർ യാത്രയെ മെസ്സിയുടെ വ്യക്തിപരമായ ഇസ്രായേൽ സന്ദർശനമായി തെറ്റായി പ്രചരിപ്പിച്ചു. എന്നാൽ ഈ യാത്രയുടെ പ്രധാന ഭാഗം ഫലസ്തീൻ സന്ദർശനമായിരുന്നു. മെസ്സിയും സംഘവും ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്ക്, ബെത്ലഹേം, രാമല്ല എന്നിവ സന്ദർശിക്കുകയും ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അവിടുത്തെ ഫലസ്തീൻ കുട്ടികൾക്കായി അവർ പ്രത്യേക ഫുട്ബോൾ ക്ലിനിക്കും സംഘടിപ്പിച്ചു. എന്നാൽ സോഷ്യൽ മീഡിയയിലെ നിർമ്മിത അജണ്ടകൾ ഫലസ്തീനിലെ സന്ദർശന ദൃശ്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഇത് മെസ്സിയുടെ വ്യക്തിപരമായ ഇസ്രായേൽ സന്ദർശനം മാത്രമാണെന്ന രീതിയിൽ തെറ്റായി പ്രചരിപ്പിക്കുകയായിരുന്നു. 2. ജൂത തൊപ്പി ധരിച്ചുള്ള പ്രാർത്ഥന. ഈ പീസ് ടൂറിന്റെ ഭാഗമായി മെസ്സി ഇസ്രായേലിലെ വെസ്റ്റിംഗ് വാളിൽ ജൂത തൊപ്പിയിട്ട് നിൽക്കുന്ന ചിത്രം കാണിച്ച് അദ്ദേഹം ഇസ്രായേൽ അനുഭാവിയാണെന്ന് പ്രചരിപ്പിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ ഇസ്രായേൽ സന്ദർശിക്കുന്ന എല്ലാ അന്താരാഷ്ട്ര സെലിബ്രിറ്റികളെയും ഭരണാധികാരികളെയും അവരുടെ നയതന്ത്ര പ്രോട്ടോക്കോളിന്റെ ഭാഗമായി ഇസ്രായേൽ ഈ സ്ഥലത്ത് കൊണ്ടുപോകാറുണ്ട്. മുൻപ് ബ്രസീലിയൻ റൊണാൾഡോയും നെയ്മറും ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾ ഇതേ രീതിയിൽ അവിടെ സന്ദർശനം നടത്തിയിട്ടുള്ളതാണ്. 2025 മെസ്സിയും സഹതാരങ്ങളും ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അനന്ത് അംബാനിയോടൊപ്പം പരമ്പരാഗത ഹൈന്ദവ പ്രാർത്ഥനകളിലും മഹാ ആരതിയിലും അദ്ദേഹം പങ്കുചേർന്നിരുന്നു. കൂടെയുണ്ടായിരുന്ന സഹതാരങ്ങൾ കൗതുകത്തോടെയാണ് ആ ചടങ്ങുകളെ നോക്കിക്കണ്ടതെങ്കിൽ മെസ്സി തികഞ്ഞ ആദരവോടും ഏകാഗ്രതയോടും കൂടിയാണ് ആ പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടത്. മറ്റ് സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും അദ്ദേഹം എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നതിന് തെളിവാണിത്. ലയണൽ മെസ്സി ഇസ്രായേലിന് $1.5 മില്യൺ ധനസഹായം നൽകിയെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എക്സ് പ്ലാറ്റ്ഫോമിൽ വലിയ പ്രചരണമുണ്ടായിരുന്നു. എന്നാൽ ഇത് ഒരു പാരഡി അക്കൗണ്ടിൽ നിന്ന് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു വ്യാജ പോസ്റ്റായിരുന്നു. ഇതിനു മുൻപും പ്രത്യേകിച്ച് 2014 ഗാസ സംഘർഷ സമയത്ത് മെസ്സി ഇസ്രായേലിന് €1 മില്യൺ നൽകിയെന്ന രീതിയിൽ ഒരു ഫ്രഞ്ച് ആക്ഷേപഹാസ്യ വെബ്സൈറ്റ് വാർത്ത ചമച്ചിരുന്നു. അന്നും മെസ്സിയുടെ പ്രതിനിധികൾ ഈ വാർത്ത ശക്തമായി നിഷേധിക്കുകയും ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു.
യഥാർത്ഥത്തിൽ യുനിസെഫിന്റെ ഗുഡ്വിൽ ആംബാസഡർ കൂടിയായ മെസ്സിയോ അദ്ദേഹത്തിന്റെ സ്വന്തം ചാരിറ്റി സംഘടനയായ ലിയോ മെസ്സി ഫൗണ്ടേഷനോ ഇസ്രായേലിന് ഇത്തരത്തിൽ യാതൊരുവിധ ധനസഹായവും നൽകിയിട്ടില്ല. അന്താരാഷ്ട്ര ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റായ സ്നോപ്സ് കൃത്യമായ തെളിവുകളോടെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സോഷ്യൽ മീഡിയയിൽ അധികം പ്രചരിക്കാതെ പോയ ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടെ നമുക്ക് പരിശോധിക്കാവുന്ന. അർജന്റീന വേഴ്സസ് ഇസ്രായേൽ സൗഹൃദ മത്സരം റദ്ദാക്കൽ. 2018 ലോകകപ്പിന് തൊട്ടുമുമ്പ് ജെറുസലേമിൽ വെച്ച് ഇസ്രായേലുമായി നടക്കേണ്ടിയിരുന്ന അർജന്റീനയുടെ സൗഹൃദ മത്സരം ഫലസ്തീൻ ജനതയുടെ കടുത്ത പ്രതിഷേധം മുൻനിർത്തി ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലാണ് ടീം റദ്ദാക്കിയത്. ഈ തീരുമാനത്തിന് പിന്നാലെ രാമല്ലയിലെ ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ അർജന്റീന താരം ലയണൽ മെസ്സിക്കും സഹതാരങ്ങൾക്കും നന്ദി അറിയിച്ചു. ഇത് ലോകം ഇസ്രായേലിന് നൽകിയ ചുവപ്പ് കാർഡാണ് എന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ജിബ്രിൽ റജൂബ് അന്ന് വ്യക്തമാക്കുകയുണ്ടായി. 2. അർജന്റീന ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മത്സരം റദ്ദാക്കിയപ്പോൾ റൊണാൾഡോയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗൽ ടീം ഇസ്രായേലുമായി സൗഹൃദ മത്സരം കളിക്കുകയും ആ മത്സരത്തിൽ റൊണാൾഡോ ഗോൾ നേടുകയും ചെയ്തു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. പ്രൊപ്പഗണ്ട മീഡിയകൾ അന്ന് മൗനം പാലിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, ആ കളിയിൽ റൊണാൾഡോ ഇസ്രായേലി പ്ലെയറിന് ജേഴ്സി കൈമാറിയില്ല എന്ന മറ്റൊരു തെറ്റായ വാർത്ത പ്രചരിപ്പിക്കാനാണ് നോക്കിയത്. 3. ഗസയിലെ കുട്ടികൾക്കായുള്ള പോസ്റ്റ്. ലയണൽ മെസ്സി തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിൽ ഫലസ്തീനിലെയും ഗസയിലെയും കുട്ടികളുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് അവിടെ നടക്കുന്ന ക്രൂരതകൾ അവസാനിപ്പിക്കണമെന്നും യുദ്ധം നിർത്തണമെന്നും പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് അജണ്ടകൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങ് തകർക്കുകയായിരുന്നു. കൂട്ടത്തിൽ ശ്രദ്ധാർഹമായൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. പല ഇന്റർവ്യൂകളിലായി റൊണാൾഡോയോട് പലരും യുദ്ധങ്ങളെപ്പറ്റിയും നിലപാടുകളെപ്പറ്റിയുമൊക്കെ ചോദിക്കാറുണ്ട്. അതിനൊക്കെ കൃത്യമായ നിലപാട് വ്യക്തമാക്കാതെ യുദ്ധത്തിൽ കുട്ടികൾ ഇരയാക്കപ്പെടുന്നത് എന്നെ വേദനിപ്പിക്കുന്നു, സമാധാനമാണ് വേണ്ടത് എന്നൊക്കെയുള്ള അടഞ്ഞ ഉത്തരങ്ങളാണ് അദ്ദേഹം നൽകാറുള്ളത്. എന്നാൽ ആ പ്രതികരണങ്ങളിലൊന്നും ഫലസ്തീൻ, ഇസ്രായേൽ, റഷ്യ, ഉക്രൈൻ തുടങ്ങിയ പേരുകൾ പരാമർശിക്കാൻ പോലും അദ്ദേഹം ഭയപ്പെടുന്നു. ഈ മൗനം വെറുമൊരു യാദൃച്ഛികതയല്ല. കാരണം സിറിയൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ സിറിയയുടെ പേരെടുത്ത് പറഞ്ഞു പ്രതികരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. വൻ ശക്തികളെ പിണക്കാതെ എവിടെയാണ് സുരക്ഷിതമായി കളിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. ചുരുക്കത്തിൽ റൊണാൾഡോയും മെസ്സിയും വെറും കായിക താരങ്ങൾ മാത്രമാണ്. നമ്മുടെ ആദർശങ്ങളോ രാഷ്ട്രീയമോ നടപ്പിലാക്കേണ്ട ബാധ്യത അവർക്കില്ല. അതുകൊണ്ടുതന്നെ ഫലസ്തീൻ ജനതയുടെ ചോരയും കണ്ണീരും വീണ മണ്ണ് സോഷ്യൽ മീഡിയയിലെ വെറും ഫാൻ ഫൈറ്റുകൾക്കുള്ള ഉപകരണമാക്കരുത്. അത് ആ ജനതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. സ്വന്തം ഫാൻ ഫൈറ്റുകൾക്ക് വേണ്ടി ഇത്തരം കോമാളിത്തരങ്ങൾ കെട്ടിയാടുന്നവർ പ്രവാചകന്റെ ഈ വചനം എപ്പോഴും ഓർക്കുന്നത് നന്നായിരിക്കും. കേട്ടതൊക്കെയും വിളിച്ചു പറയുന്നത് തന്നെ ഒരാൾ കള്ളനാകാൻ മതിയായ കാര്യമാണ്. കായിക താരങ്ങളുടെ കളിയെ കളിയായി മാത്രം ആസ്വദിക്കുക. അതിനപ്പുറം മനുഷ്യത്വത്തിന്റെ വലിയ പോരാട്ടങ്ങളെ ഇത്തരം തരംതാണ ചർച്ചകളിലേക്ക് വലിച്ചു താഴ്ത്താതിരിക്കാനുള്ള വിവേകം നമ്മൾ കാണിച്ചേ മതിയാകും.